എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്: ഹിന്ദുമതം. ഇത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു പാരമ്പര്യമാണോ, അതോ അടുത്ത കാലത്ത് ഒരു 19ാം നൂറ്റാണ്ടിലോ മറ്റോ ഉണ്ടായ ഒന്നാണോ? കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടല്ലേ? പക്ഷേ ഈ ഒരു ചോദ്യമാണ് ഇന്ന് അക്കാദമിക് ലോകത്തെ ഏറ്റവും വലിയൊരു സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ ആ സംവാദത്തിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ശരി, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ചർച്ചയുടെ എല്ലാം കാതൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ്: നമ്മൾ ഇന്ന് കാണുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ഹിന്ദുമതം അത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നു പോരുന്ന ഒന്നാണോ, അതോ ഒരു 19ാം നൂറ്റാണ്ടിലൊക്കെ പാശ്ചാത്യ ആശയങ്ങളുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ട പുതിയൊരു സംഭവമാണോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം തുടങ്ങുന്നത്. അപ്പോൾ ഈ വിഷയം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ സംവാദത്തിന്റെ അടിസ്ഥാനപരമായ ചോദ്യം എന്താണെന്ന് നമ്മളൊന്ന് നോക്കും. പിന്നെ നിയോ ഹിന്ദു മതം എന്നൊരു വാദമുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കും. അതിനൊരു മറുപടിയായി വരുന്ന ഇന്ദ്രന്റെ വല എന്ന സങ്കല്പവും നമ്മൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് ഹിന്ദുമതത്തെ ഒരു ഓപ്പൺ ആർക്കിടെക്ചർ സിസ്റ്റമായി എങ്ങനെ കാണാം എന്ന് നോക്കും. പിന്നെ ഏറ്റവും അവസാനം ഈ പാരമ്പര്യത്തെ ഭാവിയിൽ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ഓക്കേ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആധുനിക ഹിന്ദുമതത്തിന്റെ വേരുകൾ അത് ശരിക്കും എവിടെയാണ്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ വലിയ സംവാദങ്ങളെല്ലാം തുടങ്ങുന്നത്. ഇതൊരു സാധാരണ പ്രസ്താവനയല്ല അല്ലേ? കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊരു പ്രൊവോക്കേറ്റീവായിട്ട് തോന്നാം. പ്രശസ്ത പണ്ഡിതനായ ജോൺ സ്ട്രാറ്റൻ ഹോളിയുടെ ഈ വാക്കുകൾ ഈ സംവാദത്തിന്റെ ഒരു തീവ്രത ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? ആധുനിക ഹിന്ദുമതത്തിന് ഒരു ബ്രിട്ടീഷ് അച്ഛനും ഒരു ഇന്ത്യൻ അമ്മയുമാണുള്ളതെന്ന്. അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ ഇത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സൃഷ്ടിയാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഇത് വെറുമൊരു അഭിപ്രായ പ്രകടനമല്ല, മറിച്ച് അക്കാദമിക് ലോകത്ത് വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു വാദഗതിയാണ്. ഇന്നത്തെ ഹിന്ദുമതത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അതിന്റെ ചരിത്രം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ളൊരു തർക്കമാണിത്. ശരി, ഇനി നമുക്ക് ഈ സംവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദത്തിലേക്ക് കടക്കാം: നിയോ ഹിന്ദുമതം. എന്തായിരിക്കും ഇത്? ഈ ഒരു തിയറി അനുസരിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുമതം അത്ര പുരാതനമൊന്നുമല്ല, മറിച്ച് അടുത്ത കാലത്ത് ഒരു 19ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ചെടുത്ത ഒന്നാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു വാദത്തിന് അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട്. ഒരു ജർമ്മൻ പണ്ഡിതനായ പോൾ ഹാക്കറാണ് സത്യത്തിൽ ഇതിന് തുടക്കമിടുന്നത്. പിന്നീട് ഉർസുല കിങ് എന്നൊരു ബ്രിട്ടീഷ് പണ്ഡിത ഈ ആശയത്തെ കൂടുതൽ വികസിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് അനന്താനന്ദ് രാംബച്ചിനെ പോലുള്ള പണ്ഡിതന്മാരാണ് ഈ വാദത്തിന്റെ പ്രധാന വക്താക്കളായിട്ട് നിൽക്കുന്നത്. ഇവരെല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണ്: സ്വാമി വിവേകാനന്ദനെ പോലുള്ള ചിന്തകർ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തെ പുനർനിർമ്മിക്കുകയായിരുന്നു, അല്ലാതെ അതിന്റെ ഒരു തുടർച്ചയല്ല അവർ മുന്നോട്ട് വെച്ചത്. അപ്പോ ഈ നിയോ ഹിന്ദുമതം എന്ന വാദത്തിന്റെ പ്രധാന അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ആധുനിക ഹിന്ദുമതം 19ാം നൂറ്റാണ്ടിൽ കെട്ടിച്ചമച്ചതാണ്. 2. വിവേകാനന്ദനെ പോലുള്ളവർ പാശ്ചാത്യ ആശയങ്ങൾ കടമെടുത്തു. ഉദാഹരണത്തിന് സാമൂഹ്യ സേവനം എന്ന ആശയം ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതിന് കർമ്മയോഗം എന്ന് പുതിയൊരു പേരിട്ടു എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന യോഗയുടെ പല ആസനങ്ങളും പാശ്ചാത്യ ജിംനാസ്റ്റിക്സിൽ നിന്ന് പകർത്തിയതാണെന്നും ഇവർ വാദിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ടായിരുന്നു, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നിർമ്മിതിയാണ് എന്നാണ് ഇവരുടെ പക്ഷം. അപ്പോ ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നിയോ ഹിന്ദുമതം എന്ന കാഴ്ചപ്പാട് പറയുന്നത് എന്താണ്? ഹിന്ദുമതം എന്നത് വിഘടിച്ചതും ഈ അടുത്ത് കൃത്രിമമായി ഉണ്ടാക്കിയതും പാശ്ചാത്യ സംസ്കാരത്തോടുള്ളൊരു പ്രതികരണം മാത്രവുമാണെന്നാണ്. എന്നാൽ ഇതിന് ബദലായി വരുന്ന ഇന്ദ്രന്റെ വല എന്ന കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ് പറയുന്നത്. അത് ഹിന്ദുമതത്തെ ഏകീകൃതവും തുടർച്ചയുള്ളതും സ്വാഭാവികമായി വികസിക്കുന്നതുമായ ഒരു സിസ്റ്റമായിട്ടാണ് കാണുന്നത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ നിയോ ഹിന്ദുമതം എന്ന വാദത്തിനുള്ള മറുപടി എന്താണ്? അവിടെയാണ് ഇന്ദ്രന്റെ വല എന്ന വളരെ ശക്തമായ ഒരു രൂപകം കടന്നുവരുന്നത്. എന്താണിത്? നമുക്ക് നോക്കാം. ഇതൊരു അതിമനോഹരമായ സങ്കല്പമാണ്. വേദങ്ങളിൽ നിന്നാണ് ഈ രൂപകം വരുന്നത്. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു അനന്തമായ വല. ആ വലയിലെ ഓരോ മുത്തും അതിലെ മറ്റെല്ലാ മുത്തുകളെയും പ്രതിഫലിപ്പിക്കുന്നു. അതിനർത്ഥമെന്താണ്? ഓരോ ചെറിയ ഭാഗത്തിലും ഈ പ്രപഞ്ചം മുഴുവനായി അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ.
അപ്പോ ഈ ഇന്ദ്രന്റെ വല എന്ന ആശയം ഹിന്ദുമതത്തിന്റെ ഘടനയെ മനസ്സിലാക്കാൻ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇവിടെ ഒരൊറ്റ കേന്ദ്രമില്ല, ഒരൊറ്റ സ്ഥാപകനില്ല, ഒരൊറ്റ വിശുദ്ധ ഗ്രന്ഥമില്ല. പകരം എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓരോ ഭാഗവും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇതൊരു വികേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയ ഒരു ഐക്യമാണ്. ഹിന്ദുമതത്തിന്റെ ഈ ഒരു വികേന്ദ്രീകൃത സ്വഭാവം അല്ലെങ്കിൽ ഈ ഇന്ദ്രന്റെ വല എന്ന ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഗ്രന്ഥകർത്താവ് മറ്റൊരു ആധുനിക സങ്കല്പം കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഓപ്പൺ ആർക്കിടെക്ചർ. ഇതെങ്ങനെയാണ് ഈ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇന്റർനെറ്റിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അതിനൊരൊറ്റ ഉടമയുണ്ടോ? ഇല്ല. ആർക്കു വേണമെങ്കിലും പുതിയ വെബ്സൈറ്റുകളുണ്ടാക്കാം, പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാം. എന്നാലും അതിനൊരു പൊതുവായ ഘടനയുണ്ടല്ലേ? അതുപോലെ ഹിന്ദുമതത്തെയും ഒരു ഓപ്പൺ ആർക്കിടെക്ചറായി കാണാമെന്നാണ് ഈ വാദം പറയുന്നത്. ഈ ഒരു ഓപ്പൺ ആർക്കിടെക്ചർ മോഡലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇവിടെ ആശയങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു പൊതുവായ ടൂൾ ബോക്സ് ഉണ്ട്. ഓരോ ഗുരുവും ഓരോ സമ്പ്രദായവും ഈ ടൂൾ ബോക്സിൽ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെടുത്ത് അവരവരുടേതായ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ചരിത്രത്തെ മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. ആർക്കു വേണമെങ്കിലും സാധനയിലൂടെ സത്യം നേരിട്ട് അനുഭവിക്കാം. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റിൽ നിന്ന് വൈറസുകളെ നമ്മൾ ഒഴിവാക്കുന്നത് പോലെ ഈ സിസ്റ്റത്തിന് ചേരാത്ത, ഇതിന്റെ തുറന്ന സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന ആശയങ്ങളെ അത് സ്വയം പുറന്തള്ളുകയും ചെയ്യും. അതായത് ഈ മോഡൽ വളരെ വ്യക്തമായി ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ഒരുപാട് വൈവിധ്യം ഉണ്ട് എന്ന് കരുതി അത് വിഘടനമല്ല. ഒരു സിസ്റ്റത്തിനുള്ളിൽ തന്നെ പല കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് അതിന്റെ ശക്തിയാണ്, ബലഹീനതയല്ല. ഈ ഓപ്പൺ ആർക്കിടെക്ചർ മോഡൽ കൃത്യമായി അതിനുള്ളൊരു സ്പേസ് നൽകുന്നുണ്ട്. അപ്പൊ ശരി, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പാരമ്പര്യത്തെ ഭാവിയിൽ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? മറ്റു സംസ്കാരങ്ങളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ ഇതിന്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ നോക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് നമ്മുടെ അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആശയം വരുന്നത്. എന്താണ് ഈ പോയ്സൺ പിൽ അഥവാ വിഷഗുളിക? ഇതൊരു പ്രതിരോധ തന്ത്രമാണ്. ശരിക്കും ഈ പേര് വരുന്നത് കോർപ്പറേറ്റ് ലോകത്തു നിന്നാണ്. ഒരു വലിയ കമ്പനി ചെറിയ കമ്പനിയെ വിഴുങ്ങാൻ വരുമ്പോൾ അതിനെ തടയാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത്. അതുപോലെ ഹിന്ദുമതത്തിൽ ചില അടിസ്ഥാനപരമായ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളെ മറ്റു മതങ്ങൾക്ക് അവയുടെ സ്വന്തം സ്വത്വം നഷ്ടപ്പെടുത്താതെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്തരം ആശയങ്ങളെയാണ് ഇവിടെ പോയ്സൺ പിൽസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ നോക്കാം. കർമ്മസിദ്ധാന്തവും പുനർജന്മവും എടുക്കാം. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിക്കണമെന്ന ആശയം, മനുഷ്യരെല്ലാം ജന്മനാ പാപികളാണെന്നും ഒരൊറ്റ രക്ഷകൻ എല്ലാവർക്കുമായി സ്വയം ബലിയർപ്പിച്ചു എന്നുമുള്ളൊരു വിശ്വാസവുമായിട്ട് ഒരിക്കലും ചേർന്നു പോകില്ല, അല്ലേ? അതുപോലെ തന്നെ യോഗയിലൂടെയോ ധ്യാനത്തിലൂടെയോ ആർക്ക് വേണമെങ്കിലും സത്യം നേരിട്ട് അനുഭവിക്കാം അല്ലെങ്കിൽ ഈശ്വരനെ അറിയാം എന്ന ആശയം, അതൊരു പ്രത്യേക പ്രവാചകനിലൂടെ മാത്രം സത്യം വെളിപ്പെട്ടു എന്ന വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അപ്പോ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ചില പോയ്സൺ പിൽസ്. അപ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ പോയ്സൺ പിൽ എന്ന ആശയം മറ്റുള്ളവരെ ആക്രമിക്കാനോ ചെറുതാക്കാനോ ഉള്ള ഒന്നല്ല. മറിച്ച് സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോൾ ഈ പാരമ്പര്യത്തിന്റെ കാതലായ തനിമ, അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു പ്രതിരോധ മാർഗം മാത്രമാണത്. അപ്പോ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുരാതന പാരമ്പര്യത്തിന് എങ്ങനെ അതിന്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് തന്നെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ നിലനിൽക്കാൻ സാധിക്കും? ഇതാണിന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം. ഒരു വശത്ത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ളൊരു ഓപ്പൺ മൈൻഡ്, മറുവശത്ത് സ്വന്തം അസ്തിത്വം സംരക്ഷിക്കാനുള്ളൊരു ജാഗ്രത. ഈ ഒരു ബാലൻസ് എങ്ങനെ കണ്ടെത്താമെന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഈ ഒരു വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.